പണപ്പെട്ടി എടുക്കാൻ കാത്തിരുന്നവർക്ക് ബിഗ് ബോസ് കൊടുത്തത് ഇത് 7ന്റെ പണി തന്നെയാണ്. അത് വീട്ടിലുള്ളവർക്കായാലും വീട്ടിനകത്ത് നിൽക്കുന്നവർ വീടിന് പുറത്ത് നിൽക്കുന്നവരായാലും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിച്ചത് അതിൽ ഇപ്പൊ കൊണ്ടുവച്ച ഉടനെ പണപ്പെട്ടി എടുക്കുമെന്ന് വിചാരിച്ചിരുന്ന എല്ലാവർക്കും 7ന്റെ പണിയാണ് ബിഗ് ബോസ് തന്നത്. ആദിലയ്ക്ക് ഒരു 7ന്റെ പണി തന്നെയാണ്. അത് ആദില അവിടെ കാണിക്കുന്നുണ്ട്. മാത്രം അത് എന്താന്ന് വെച്ചാൽ ഇനി ബിഗ് ബോസ് പണപ്പെട്ടി വെക്കുന്നില്ല. പകരം പണപ്പെട്ടി വെക്കുമെന്ന് ടാസ്ക് ആയിട്ട് വെക്കുമെന്ന് എനിക്കറിയില്ല. ബിഗ് ബാങ് വീക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടാസ്കിലൂടെ ഇവർക്ക് പൈസ കൊടുക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് നടക്കുന്നത്. പക്ഷെ പൈസ കൊടുക്കുകയാണെങ്കിൽ പോലും ഇവരവിടെ എവിക്റ്റ് ആയി പോകുന്നില്ല. അത് പ്രേക്ഷകരുടെ വിധിപ്രകാരം മാത്രമേ ഇവരവിടെ എവിക്റ്റ് ആയി പോവുള്ളൂ. മാത്രമല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് അനിമോളുടെ പി ആർ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും മെയിൻ ഉത്തരവാദി അനിമോളുടെ പി ആറുകളാണ്. അതായത് മഴ പെയ്ത അനിമോളുടെ കുറ്റം അനിമോളുടെ പി ആർ, മെസ്സി വരാത്തതിന്റെ കുറ്റം അനിമോളുടെ പി ആർ. അങ്ങനെ ഇപ്പൊ ട്രെൻഡിങ് ആയി, ഇന്നലെ മുതൽ ട്രെൻഡിങ് ആയി വരികയാണ് ഒരു കാര്യം. ഇതും പോരാനായിട്ട് മലയാളത്തിലെ 7ന്റെ പണി തമിഴ് സീസൺ 9 ഇപ്പൊ തമിഴിൽ ബിഗ് ബോസിൽ ഇപ്പം അവർക്ക് ഈ ആഴ്ചത്തെ ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. എല്ലാം പിടിച്ച് വാങ്ങിച്ചിരിക്കുകയാണ്, തുണിയും സാധനങ്ങളും എല്ലാം കൂടെ. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്, എപ്പിസോഡിന്റെ റിവ്യൂ പറയാനുണ്ട്, എനിക്ക് അല്ലാതെ കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. സോ എല്ലാവരും വീഡിയോ അത് ഫുൾ കാണുക, വ്ളോഗ് ഫുൾ കാണാൻ ശ്രമിക്കുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം എനിക്ക് ആദ്യം പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് അവര് പുറത്തായി എവിക്റ്റായി, അവര് വോട്ടിങ്ങിലൂടെ തന്നെയാണ് എവിക്റ്റ് ആയിട്ടുള്ളത്. ഫൈൻ, അല്ലാതെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കിയ ഒരു കാരണം അങ്ങനത്തെ ഒരു സംഗതി അല്ല. അങ്ങനെ പുറത്തായി എന്ന് പറയും. ഇത് വന്നിട്ട് ചുമ്മാ അവിടെ ബാക്കി നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ എന്തിനാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ പുറത്തിറങ്ങി വരുന്ന എവിക്റ്റായി വരുന്ന കണ്ടസ്റ്റൻസ്, അവിടെ മുമ്പ് കളിച്ച കണ്ടസ്റ്റൻസ്, മുൻ സീസണിലെ കണ്ടസ്റ്റൻസ്, വരുന്ന പി ആർ ആണ്, വരുന്ന മീഡിയ പേഴ്സൺസ്, ഓൺലൈൻ മീഡിയ ചാനലിലുള്ളവരൊക്കെ, ഇതുപോലാണ്ട് റിവ്യൂവേഴ്സ്, ഇതെല്ലാം കൂടെ ഇപ്പൊ എല്ലാരും ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, അനിമോൾ എന്നുള്ള ഒറ്റ പേരേ പറയുന്നുള്ളൂ. എന്ത് വന്നാലും പറഞ്ഞ അനിമോള്. ഇപ്പൊ സിനിമാ താരങ്ങളടുത്ത് പോയി ചോദിക്കുക, ഒരു മൂവി പ്രൊമോഷന് വരുന്ന സിനിമാ താരങ്ങളടുത്ത് പോയി ചോദിക്കുകയാണ് അനിമോളുടെ ഗെയിം എങ്ങനെയുണ്ട് ബിഗ് ബോസിൽ. എന്നിട്ട് പുറത്ത് ഈ എവിക്റ്റായി വരുന്ന കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്ന അനിമോളുടെ പി ആർ ആണോ നിങ്ങളെ പുറത്താക്കിയത്. മാത്രമല്ല റിവ്യൂവേഴ്സ്, ഇതെല്ലാം അനിമോളുടെ പി ആർ ഉണ്ടാക്കി വെക്കുന്നതാണ്. എല്ലാം അതിനിപ്പോ അനിമോളേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ അനിമോളുടെ പേര് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് അനിമോൾക്ക് ഒരിക്കലും ഡീഗ്രേഡ് ആവില്ല. അനിമോൾക്ക് പോസിറ്റീവായിട്ട് ബൂസ്റ്റപ്പ് ആയി വരെ ഉള്ളൂ, സീരിയസ്ലി വരെ ഉള്ളൂ. ഇൻ കേസ് അനിമോൾക്ക് വിന്നർ ആയില്ല, അനിമോൾ അവിടെ വിന്നർ ആയില്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു വിന്നർ ആവാൻ സാധ്യത 2 പേർക്കാണ്, അനീഷിനും അനിമോക്കുമാണ്. ഇൻ കേസ് അനിമോള് വിന്നർ ആയി, അനിമോള് ഫസ്റ്റ് റണ്ണറപ്പോ സെക്കൻഡ് റണ്ണറപ്പോ ആയി. ഇൻ കേസ് അനിമോൾ വിന്നർ ആയില്ലെങ്കിൽ പോലും ഈ സീസൺ അനിമോളുടെ പേരിൽ അറിയപ്പെടൂ. 100% ഈ സീസൺ അനിമോളുടെ പേരിലേ അറിയപ്പെടൂ. മറ്റാരെ ഇവര് അറിയപ്പെടാൻ പോകുന്നില്ല. സീരിയസ്ലി ഞാൻ പറയാം, അനിമോളുടെ പേരിലേ അറിയപ്പെടുള്ളൂ. സീസൺ 5 മാരാറിന്റെ പേരിൽ അറിയപ്പെടും പോലെ ഈ സീസൺ 7 അനിമോളുടെ പേരിലേ അറിയപ്പെടുള്ളൂ. അങ്ങനെ വരുള്ളൂ. കാരണം എന്താ, ഈ എല്ലാത്തിനും കൗണ്ടാകുന്ന ഇവര് തന്നെയാണ്. സത്യം പറഞ്ഞാൽ അനിമോളുടെ പി ആറുകാർക്ക് ഇപ്പൊ പി ആർ വർക്ക് വലുതായിട്ട് ചെയ്യണ്ട. കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ പി ആറുകാരും എവിക്റ്റായി പോയവരൊക്കെ പി ആർ വർക്ക് നല്ലോണം ചെയ്തു കൊടുക്കുന്നുണ്ട് അനിമോക്ക്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. വെറുതെ എന്തിനാണ് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നില്ല ഈ പി ആർ വഴി മാനിപ്പുലേറ്റ് ചെയ്ത് വോട്ടിംഗ് തിരിമറി നടത്തിയിട്ടല്ല, എന്ന് വെച്ചാൽ ക്രോസ് വോട്ട് ചെയ്തിട്ടല്ല ഇവര് വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അതിന് നമുക്ക് തെളിവില്ല. ഇവര് ആരൊക്കെയാണ് ക്രോസ് വോട്ടിംഗ് നടന്നത് നമുക്ക് തെളിവില്ല, സീരിയസ്ലി തെളിവില്ല. എന്തായാലും ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ, ഇനി ഗെയിം ഇല്ല, ഗെയിം ഓവറായി, ബട്ട് ഓൾവേസ് നമുക്ക് ഇത്രയും നാളുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ട് ഗെയിം നമുക്ക് ആരാണ് വിജയിക്കുന്നത് നോക്കാം. അവർക്ക് അനുസരിച്ച് ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് നമുക്ക് വോട്ട് കൊടുക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സീസൺ തമിഴില് ഇപ്പം നമ്മുടെ 7ന്റെ പണി ടാസ്ക് ആണ് ഇപ്പൊ ഈ ആഴ്ച നടക്കാൻ പോകുന്നത്. തമിഴിന്റെ റിവ്യൂ ഞാൻ എനിക്ക് ഇടാൻ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അതായത് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നടക്കാൻ പോകുന്നത് സീസൺ 7ലെ ടാസ്കുകൾ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ജ്യൂസ് ടാസ്ക് ആയിരുന്നു. ഈ ആഴ്ച നമ്മുടെ 7ന്റെ പണി, ഇവരെ സാധനങ്ങളെല്ലാം പിടിച്ചു വെക്കുകയാണ്. അപ്പം എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് എപ്പിസോഡ് നടന്നാലേ അറിയുള്ളൂ. കാരണം ജ്യൂസ് ടാസ്കിൽ തന്നെ കുറെ വലിയ കാര്യങ്ങളൊക്കെ അവിടുത്തെ ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അപ്പം ഇതിലെന്താണ് ഇവരുടെ പണി നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോവാം. ഇന്ന് ഈ നമ്മുടെ ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് പോവാം. ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് കുറെ ടോക്കുകളും ഫണ്ണി ടോക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊന്നും എടുത്ത് പറയുന്നില്ല, മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോമിനേഷനില് നോമിനേഷനിൽ വന്നവരില് നമ്മുടെ ബിഗ് ബോസ് ഒരു കാര്യം പറയാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ 8 പ്രാവശ്യം നോമിനേഷനിൽ വന്നത്, ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്നത് അനിമോളും നെവിനുമാണ്. നോമിനേഷനിൽ വന്നിട്ട്. എന്നിട്ട് അവരിപ്പോ അവിടെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, വീട്ടിനകത്തുണ്ട്. അത് മാത്രമല്ല ഏറ്റവും കുറവ് നോമിനേഷനിൽ വന്നത് അനീഷും ആണെന്ന് ബിഗ് ബോസ് പറയാണ്. ആൻഡ് അനിമോളോടും അനീഷിനോടും പ്രേക്ഷകരോട് നന്ദി പറയാൻ വേണ്ടി ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്, അവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ അനിമോളും സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ നെവിൻ കുറച്ച് ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്, സാഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. റിയൽ ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്നെ ഇവിടെ ഇത്ര പ്രോത്സാഹിപ്പിച്ചത് ഏഷ്യാനെറ്റും ആണ്, ബിഗ് ബോസ് ആണ്, അതിന് വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ നമ്മുടെ നെവിൻ പറഞ്ഞ് ഇത്തിരി ഇമോഷണൽ ആകുന്നുണ്ട്. അനിമോള് പറയുന്നത് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ബിഗ് ബോസിലോട്ട് വന്നത്, എന്നെ ഇത്രയും നാൾ നിർത്തിയ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി അനിമോള് പറയുന്നുണ്ട്. അനീഷ് ആണെങ്കിൽ അനീഷ് എല്ലാവരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നിങ്ങൾ എല്ലാവരും ഞാൻ എന്റെ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അനീഷും സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് പാലും അനീഷിന് 5 ലിറ്റർ പാല്, 25 കോഴിമുട്ട മറ്റ് 2 പേർക്കും, നെവിനും അനിമോക്കും കൊടുക്കുകയാണ്. അപ്പം ഇത് നോമിനേഷനിൽ നടന്നു. എന്നിട്ട് ബിഗ് ബോസ് 100 ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഡയറക്റ്റ് നോമിനേഷനിലോട്ട് വിട്ടു. ഇതാണ് മെയിൻലി നടന്ന കാര്യങ്ങള്. ഇതാണ് മെയിൻ നടന്ന ഒന്നാമത്തെ കാര്യം. ബാക്കി കുറച്ച് ടോക്ക് ഉണ്ട്, അത് ലാസ്റ്റ് പറയാം. ആൻഡ് രണ്ടാമത് നടന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് മണി ബാങ്ക് ടാസ്ക് ആണ്. അതായത് മണി വീക്ക് ആണ് ഈ ആഴ്ച. ബിഗ് ബാങ്ക് ടാസ്ക് ആണ്, ബിഗ് ബാങ്ക് വീക്കാണ് നടക്കാൻ പോകുന്നത്. അതായത് പല ടാസ്കുകളിലൂടെ ഇവർക്ക് മാക്സിമം എമൗണ്ട് കളക്ട് ചെയ്യാം. അപ്പൊ ഈ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എല്ലാം ഇവരുടെ, അതായത് വിന്നറിനെ ക്യാഷ് പ്രൈസിൽ നിന്നും ഡെബിറ്റ് ചെയ്യും. അതായത് ഇവർക്ക് ടാസ്കിലൂടെ വിജയിച്ച് നേടുന്ന ഈ മണിയെല്ലാം വിന്നറിന്റെ എമൗണ്ടിൽ നിന്നും, വിന്നറിന് കിട്ടുന്ന ക്യാഷ് പ്രൈസിന്റെ എമൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്ത് ഈ കിട്ടുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇപ്പം അതായത് ഇവർക്ക് ഒരു പണപ്പെട്ടി ഇല്ല, ഈ പ്രാവശ്യം പണപ്പെട്ടി ഇല്ല. പണപ്പെട്ടി എടുത്ത് ആർക്കും പുറത്താവാൻ പറ്റില്ല. ഈ ടാസ്ക് ജയിച്ച ആർക്കും പുറത്താവാനും പറ്റില്ല. ടാസ്ക് ജയിച്ചാൽ വീട്ടിൽ നിൽക്കും. പ്രേക്ഷകരുടെ വിധി പ്രകാരം മാത്രമേ ഇവരെ എവിക്റ്റ് ചെയ്യുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ ടാസ്കുകളായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അതില് ഒന്നാമത്തെ ടാസ്ക് എന്തോന്നാണ്, പണപ്പെരുമഴ എന്നുള്ള ടാസ്ക് ആണ്. അതായത് ഇടിയുടെ മിന്നലിന്റെ മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ പണങ്ങൾ ഇങ്ങനെ മഴയായിട്ട് വീഴും. അത് ഇന്ന് മാക്സിമം കളക്ട് ചെയ്യാം. അപ്പൊ ഇത് കളക്ട് ചെയ്യുമ്പോൾ നെവിനും ഇതിന്റെ ഇടയ്ക്ക് കയറി കളക്ട് ചെയ്യുന്നുണ്ട്. 350 രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു 100 രൂപ ആദ്യം തന്നെ ആദിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അനീഷിന് ഒരു 100 രൂപ കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം അനീഷിന് ഒരു 100 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും വീതിച്ചൊക്കെ നെവിൻ അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഈ ടാസ്ക് ശരിക്കും നെവിന് എടുക്കാൻ പറ്റില്ല, നെവിൻ എടുക്കുകയാണ് അവിടെ. ആൻഡ് അതുപോലെ തന്നെ എന്തോന്നാണ്, നെവിൻ രാവിലെ ഇരുന്ന് അക്ബറിനോട് പറയുന്നുണ്ട്. രാവിലെ മുതൽ അക്ബർ നെവിനും സാഡ് ആയിരുന്നപ്പം വൈകിട്ട് മുതൽ അവരൊന്ന് ഓണായി തുടങ്ങിയിട്ടുണ്ട്. അക്ബർ നെവിൻ ഓണായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് അവർക്ക് ഇനി അടി കൂടിയിട്ട് ഒന്നും ഒരു കാര്യമില്ല. അടി കൂടാതെ ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്നാലേ ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അടി കൂടാതിരിക്കുന്നതാണ് ബെറ്റർ. ഇനി ഈ ഒരാഴ്ച അടി കൂടാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം ഗെയിം കഴിഞ്ഞു, ഗെയിമിന് ഇല്ല, ഗെയിം ഈസ് ഓവർ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ടിക്കറ്റ് ഫിനാലൊക്കെ കഴിഞ്ഞല്ലോ. ഇനി പ്രേക്ഷകരുടെ വിധിയാണ് നമ്മൾ അർഹിക്കേണ്ടത്. ആൻഡ് ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതില് നെവിൻ ആദിലെ നല്ലോണം കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദിലെന്നെ കളിയാക്കേണ്ട കാരണം ആദിലാണ് ഈ പണപ്പെട്ടി എടുത്ത് പോകാൻ നിൽക്കുകയല്ലേ. അപ്പൊ അതല്ല ചീറ്റിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ ആദിലാണ് ഇവിടെ ചമ്മിയത്. കാരണം ആദിലയ്ക്ക് ആ ചമ്മൽ നല്ല വൃത്തിയുണ്ട്. പണപ്പെട്ടി പ്രതീക്ഷിച്ചിരുന്ന ആദിലയ്ക്ക് കിട്ടിയത് ഒരു 7ന്റെ പണിയായി പോയി. ശരിക്കും പറഞ്ഞാൽ ആദിലയ്ക്കാണ് അവിടെ 7ന്റെ പണി കിട്ടിയത്. ആദിലിനെ എല്ലാവരും കളിയാക്കുന്നുണ്ട്, 100 ഉൾപ്പെടെ കളിയാക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഇതില് അക്ബറിന് 1800 രൂപയും സാബുമാന് 1830 രൂപയും, നൂറയ്ക്ക് 820 രൂപ, ആദിലയ്ക്ക് 1390 രൂപ, അനുവിന് 1330 രൂപ, ഷാനവാസിന് 1280 രൂപ, അനീഷിന് 1510 രൂപ. ഇതിൽ നെവിൻ ഒരു 130 എത്ര രൂപ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 100 രൂപ 200 എന്തോ ആദിലയ്ക്ക് കൊടുത്തു. പിന്നെ എല്ലാ 100 അനീഷിന് പിന്നെ കൊടുക്കുകയാണ്.
ഇതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയ സാബുമാനാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 9,790 രൂപയാണ് ഇവർ ടോട്ടൽ കളക്ട് ചെയ്തത്. അങ്ങനെ ഇവർക്ക് ബിഗ് ബാങ് വീക്ക് വഴി ഇവർക്ക് റേഷൻ വരികയാണ്. റേഷൻ വരുമ്പോൾ അതിലൊരു 15,000 രൂപയുടെ ചെക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ചെക്ക് എടുക്കുന്നത് നെവിനാണ്. അപ്പൊ നെവിൻ ആ ചെക്ക് എടുക്കുന്നല്ല, നെവിൻ എന്തോ എടുക്കുന്നതാണ് ആദില കണ്ടത്. അപ്പൊ ആദില കഴിച്ച് ആദില അത് കൈയോടെ പൊക്കി നൂറയോട് പറയുന്നു. നൂറ ചെന്ന് കൈയോടെ പൊക്കാണ്. നെവിൻ ഓടിച്ചെന്ന് മേക്കപ്പ് റൂമിൽ ഒളിപ്പിച്ച് വെക്കുകയാണ്. അപ്പൊ അത് കൈയോടെ പൊക്കുമ്പം 15,000 രൂപയുടെ ചെക്കാണ്. അപ്പൊ അത് ആദില നൂറ കയ്യിൽ വെക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, നെവിൻ ഇത് ആർക്കാണ് ഈ ചെക്ക് കൊടുക്കുന്നത് നോക്കുമ്പോൾ 15,000 രൂപ ചെക്ക് അക്ബറിന് തന്നെയാണ് നെവിൻ അവിടെ കൊടുക്കുന്നത്. ആൻഡ് ഇതിനുശേഷം മൂന്നാമത്തെ ടാസ്ക് ആണ്. അപ്പം ഇതിനിടയ്ക്ക് അക്ബറിന്റെ ഒരു പാട്ടുണ്ട് കേട്ടോ, ഷാനവാസിനെ അനീഷിനെയും കൂടെ അല്ല അത് മുമ്പാണ്. അത് ഒറ്റയ്ക്കിരുന്ന് പാടുന്നില്ല. ഇതെല്ലാം അക്ബർ നെവിനും കൂടെ മനോഹരമായിട്ട് ശാസ്ത്രീയ സംഗീതമൊക്കെ പാടുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് 25,000 രൂപ ക്യാഷ് പ്രൈസ് കിട്ടാനുള്ള ഒരു ടാസ്ക്, അതായത് നമ്മളെ കഴിഞ്ഞ സീസണിൽ കൊടുത്തില്ലേ, ഇതിന്റെ തലയിൽ ഇങ്ങനെ മണി കെട്ടിയിട്ടുള്ള ടാസ്ക്, സീസൺ 7 കൊടുത്തു, സീസൺ 6 കൊടുത്തില്ലേ, അതേ ടാസ്ക് ആണ് ജാസ്മിൻ ജാഫറിന്റെയും അർജുന്റെ ഒക്കെ സീസണില്. അപ്പം ആ ടാസ്ക് ആണ്. അപ്പൊ ആ മണി അനങ്ങിയ മണി കിളിങ്ങുകയാണെങ്കിൽ, ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഇവർ ഔട്ടാവും. അനങ്ങുകയല്ല, ശബ്ദം കേൾക്കണം. അപ്പൊ നെവിനാണ് ഇവിടെ ജഡ്ജ്. അങ്ങനെ ഇവര് എത്രയോ റൗണ്ട് കഴിഞ്ഞിട്ട് ആരും ഔട്ട് ആവുന്നില്ല. എല്ലാവരും വളരെ വിജിലൻസ് ആയിട്ട്, പൈസയല്ലേ ആരെങ്കിലും കളയും, വിജിലൻസ് ആയിട്ട് ഗെയിം കളിക്കാൻ. അപ്പൊ ബിഗ് ബോസ് ട്വിസ്റ്റ് ചെയ്തു, ഒറ്റക്കാലി നിൽക്കാൻ പറയണം. അപ്പൊ ഒറ്റക്കാലി നിൽക്കുമ്പോൾ ആദ്യം തന്നെ സാബുമാൻ ഔട്ട് ആവുന്നു, അനീഷ് ഔട്ട് ആവുന്നു. പിന്നെ രണ്ടാമത് ബസ്സിന് അടിക്കുമ്പോൾ അക്ബർ ഔട്ട് ആവുന്നുണ്ട്. പിന്നെ അല്ലാതെ അടുത്ത ബസ്സിന് ഷാനവാസ് ഔട്ട് ആവുന്നു. പിന്നെ പട്ടാഗേൾസ് മാത്രമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് നൂറെ ഔട്ട് ആവുന്നു. എന്നിട്ട് അനിമോളും ആദിലയും കൂടെയാണ് പിന്നെ ഗെയിം. അതിൽ അനിമോള് ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ തന്നെ 100 ഔട്ട് ആകുമ്പോൾ ഉടനെ അനിമോൾ ഔട്ട് ആവുന്നത്. ആദില 25,000 രൂപീസ് ക്യാഷ് പ്രൈസ് വിൻ ചെയ്യുന്നു. അപ്പം എല്ലാം കൂടെ ടോട്ടൽ എല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പം ഒരു 49,50,210 രൂപ മാത്രമേ വിന്നറിന് ഇനി കിട്ടാൻ പോകുന്നുള്ളൂ. ഇന്നത്തെ ടാസ്കുകളെല്ലാം കഴിയുമ്പം ഇത്രയും രൂപ മാത്രമേ വിന്നറിന്റെ അക്കൗണ്ടിൽ ഉള്ള എമൗണ്ട് 49,50,210 രൂപ മാത്രമേ ബാലൻസ് ഉള്ളൂ. ആൻഡ് ഇത്രയാണ് മെയിൻലി നടന്നത്. പിന്നെ അല്ലാതെ കുറച്ച് ടോക്ക് ഉണ്ടായിരുന്നു. നെവിനെ അക്ബറിനെ ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻലി ഹൈലൈറ്റ് ചെയ്തത് നെവിനെ അക്ബറിനെയാണ്. രാവിലെ കുറച്ച് സാഡായിരുന്നു, പിന്നെ അവിടുന്ന് ചില്ലായിട്ട് വരികയാണ് ചെയ്തത്. പിന്നെ കാര്യമില്ലെന്ന് പറഞ്ഞ് വരികയാണ് ചെയ്തത്. പിന്നെ അനിമോളെ അനീഷിനെയും വെച്ചിട്ട് എല്ലാരും കൂടെ ചേർന്നിട്ട്, അതായത് നെവിനും അക്ബറും വെച്ച് ബാക്കി എല്ലാരും കൂടെ ചേർന്നിട്ട് കുറച്ച് നമ്മുടെ കോംബോ വെച്ച് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതെന്തോന്നാണ്, പിന്നെ ഷാനവാസ് അനീഷിനെ കളി നെവിന്റെ ഒരു ഒറ്റക്കിരുന്നുള്ള ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് മെയിൻലി നടന്നത്. പിന്നെ ആതിരയുടെ നൂറയുടെ ടോക്ക് ഉണ്ടായിരുന്നു. പണപ്പെട്ടി തന്നെയാണ് വിഷയം. പിന്നെ നൂറ നൂറ അവിടെ ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ചാർജ് ചെയ്യിപ്പിച്ചിട്ട് ഗ്രൂപ്പ് തിരിച്ചിട്ടുണ്ടായിരുന്നു. അനുമോളെ പിന്നെയും കിച്ചണിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി പ്രശ്നം ഉണ്ടാക്കാനൊന്നും പറ്റൂല. അത് ഇത്രയും പേരല്ലേ ഉള്ളൂ. ഇനി പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാൻ, 7 പേര് എന്തരല്ലേ ഉള്ളൂ. അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് ഹൈലൈറ്റ് ആയിട്ട് നടന്നത്. ഇനി അടുത്ത മണി ടാസ്ക് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല. നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് അറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ബിഗ് ബോസ് അല്ലാതെ കുറച്ച് ടാസ്ക് എന്തെങ്കിലും കൊടുക്കുമോ എന്ന് നമുക്ക് നോക്കണം. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. സീസൺ 8 കൊടുത്തതുപോലെ, അതായത് തമിഴ് സീസൺ 8 കൊടുത്തതുപോലെ ഒരു ട്രഷർ ഹണ്ട് ടാസ്ക് ഒന്നും ദയവ് ചെയ്ത് കൊടുത്തില്ല ബിഗ് ബോസ്. അത് തന്നെ വലിയ കാര്യം. കാരണം ഇങ്ങനെ ടാസ്ക് കിട്ടിച്ച് അങ്ങനെ ടാസ്ക് കളിച്ച് ഇവര് നേടട്ടെ. അല്ലാതെ ഇങ്ങനെ ഓടിപ്പോയിട്ട് എടുത്തുകൊണ്ട് തന്നെ പരിപാടി വേണ്ടായിരുന്നു എന്ന് ഫീൽ ചെയ്തു. ഓക്കെ, അപ്പം പണപ്പെട്ടി ഈ പ്രാവശ്യം പണപ്പെട്ടിയില്ല, മണി ബാങ്ക് ആണുള്ളത്. മണി ബാങ്കിൽ മാക്സിമം എമൗണ്ട് കളക്ട് ചെയ്യുന്ന ആ എമൗണ്ട് ഇവർക്ക് കൊണ്ടുപോകാം. ഇതാണ് ഉള്ളത്. പ്രേക്ഷകരുടെ വിധിപ്രകാരം മാത്രമേ ഇവർക്ക് ഇനി എവിക്റ്റ് ആവുള്ളൂ, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ ആഴ്ച 2 എവിക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 2 എവിക്ഷൻ നടക്കാം. എനിവേ, അത് മാത്രമല്ല, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യുക. PR നോക്കണ്ട. PR എന്ന് പറഞ്ഞുള്ള അലിഗേഷൻസും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുക. നിങ്ങൾ അവരെ ജയിപ്പിക്കാൻ നോക്കുക. പ്രേക്ഷകര് ഈ റിവ്യൂവേഴ്സിന്റെ വാക്കും കേട്ടു നിൽക്കരുത്. കാരണം ഇപ്പൊ ടു ബി വെരി ഫ്രാങ്ക്, ഇപ്പൊ ഞാൻ റിവ്യൂ പറയുന്നുണ്ട്. ഞാൻ ആരെയും അവിടെ നടന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷെ ചില റിവ്യൂവേഴ്സ്
വളരെയധികം പഴക്കം ചെന്ന റിവ്യൂവേഴ്സ് ഉണ്ട്, ഒരുപാട് നാളായിട്ട് റിവ്യൂ ചെയ്യുന്ന, ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുന്നവര്. അപ്പൊ അവരൊക്കെ ഇപ്പം മാനിപ്പുലേറ്റ് ചെയ്ത് റിവ്യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. കാരണം അവരെയൊക്കെ കണ്ടാണ് നമ്മളൊക്കെ പുതിയ ആൾക്കാരൊക്കെ റിവ്യൂ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യുമ്പോൾ വളരെയധികം വിഷമം. ഒരു കണ്ടസ്റ്റന്റിനെ അടിച്ചു താക്കാൻ നോക്കുക, അവരെ പറ്റിയിട്ട് അവരെ നല്ല കാര്യങ്ങൾ പറയുന്നത്, മോശം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുക. അപ്പം അതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ എന്താണ് ഈ തമിഴിന്റെ, പിന്നെ ഒരു കാര്യം, തമിഴിന്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും, അതെല്ലാവരും കാണുക. സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നാളത്തെ റിവ്യൂ ആയിട്ട് വരുമ്പോഴത്തേക്കും ടാറ്റ ആൻഡ് താങ്ക് യു.